ഇന്നു ഞാൻ നിൽക്കുന്നത് റാംസ് ഗേറ്റിലാണ്. തെക്കൻ ഇംഗ്ലണ്ടിലെ കെന്റ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന റാംസ് ഗേറ്റ് ഒരു തുറമുഖ നഗരമാണ്. അതിമനോഹരമായ കടൽ തീരമുള്ള നഗരമാണ് റാംസ് ഗേറ്റ്. മണൽ നിറഞ്ഞ കടൽ തീരവും വെളുത്ത് ചുണ്ണാമ്പ് പാറകൾ കടലിലേക്ക് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ദൃശ്യങ്ങളുമുള്ള ഒരു നഗരം. അതിനുമപ്പുറത്തേക്ക് ചരിത്രത്തിൻ്റെ പ്രാധാന്യമേറുന്ന ഒട്ടനവധി കാഴ്ചകളും ഇവിടെയുണ്ട്. ഇംഗ്ലീഷ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വ്യോമാക്രമണങ്ങൾക്കൊന്നിന് പ്രസിദ്ധമാണ് റാംസ് ഗേറ്റ്. ദ മർഡർ റെയ്ഡ് എന്നറിയപ്പെടുന്ന ജർമ്മനിയുടെ ആക്രമണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടന്നത് ഇവിടെയാണ്. 1940 ആഗസ്റ്റ് 24 കേവലം 5 മിനിറ്റിനുള്ളിൽ 500-ലധികം ബോംബുകളാണ് അന്ന് ഈ നഗരത്തിനുമേൽ പതിച്ചത്. ഈ വ്യോമാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച ഭൂഗർഭ തുരങ്ക ശൃംഖലയാണിത്. ഒരു നഗരം മുഴുവൻ ഒളിച്ചിരിക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. രേഖകൾ പ്രകാരം ഒരേ സമയം 60,000-ലധികം ആളുകളെ വരെ ഉൾക്കൊള്ളാൻ ഈ തുരങ്കങ്ങൾക്ക് ശേഷിയുണ്ടായിരുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് കേവലം 9 മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഇത് വെറുമൊരു തുരങ്കം മാത്രമല്ല, ഇതിനുള്ളിൽ ആശുപത്രിയും ശൗചാലയങ്ങളും ബാർബർ ഷോപ്പുകളും ക്യാൻറ്റീനുമെല്ലാം പ്രവർത്തിച്ചിരുന്നു. ആളുകൾ മാസങ്ങളോളം ഇതിനുള്ളിൽ താമസിച്ചിരുന്നു. അതിനാൽ ഇതിനെ ഒരു ഭൂഗർഭ നഗരം, അതുമല്ലെങ്കിൽ ദ അണ്ടർഗ്രൗണ്ട് ടൗൺ എന്നും വിശേഷിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗം 1863 നിർമ്മിച്ച പഴയ റെയിൽവേ ടണലാണ്. യുദ്ധകാലത്ത് ഇതൊരു അഭയസ്ഥാനമായി മാറി എന്നതും ചരിത്രം. 1940 ആഗസ്റ്റിലെ ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടുവെങ്കിലും മരണസംഖ്യ കേവലം 29 ഒതുങ്ങി എന്നത് അതിശയകരമായ കാര്യമാണ്. അതിന് കാരണം ജനങ്ങൾ കൃത്യസമയത്ത് തന്നെ ഈ തുരങ്കങ്ങൾക്കുള്ളിൽ അഭയം പ്രാപിച്ചു എന്നതാണ്. കർട്ടനുകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ റൂമുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 1000-ഓളം ആളുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മുഴുവൻ സമയവും ഇവിടെ താമസിച്ചിരുന്നു. ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഏകദേശം 60 മുതൽ 90 വരെ അടി താഴ്ചയിലാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത്. അതുകൊണ്ട് ബോംബാക്രമണത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്തു. റാംസ് ഗേറ്റ് ഒരു ചെറിയ മത്സ്യബന്ധന കാർഷിക ഗ്രാമമായിട്ടാണ് ആദ്യം അറിയപ്പെടുന്നത്. AD 597 പോപ്പ് ഗ്രിഗറിയുടെ ക്രിസ്ത്യൻ മിഷണറിയായ സെന്റ് അഗസ്റ്റിൻസ് ഇവിടെയാണ് എത്തിപ്പെട്ടത്. സെന്റ് അഗസ്റ്റിൻ്റെ പുണ്യകേന്ദ്രമെന്നും ഇവിടെ അറിയപ്പെടുന്നു. സിനിക് പോർട്ടുകളുടെ കൂട്ടായ്മയായ ഈ റാംസ് ഗേറ്റ് UK-യിലെ ഏക റോയൽ ഹാർബറാണ്. യൂറോപ്പിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതിനാൽ നെപ്പോളിയൻ യുദ്ധങ്ങളിലും 1940-ലെ ഡൺക്രിക് ദൗത്യത്തിലും റാംസ് ഗേറ്റിന് ഒരു നിർണായകമായ പങ്കുണ്ടായിരുന്നു. അതിനു കാരണം 1940-ൽ ഫ്രാൻസിലെ ഡൺക്രിക്കിൽ കുടുങ്ങിക്കിടന്ന ബ്രിട്ടീഷ് സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ട ചെറിയ ബോട്ടുകളുടെ കേന്ദ്രം റാംസ് ഗേറ്റ് ആയിരുന്നു എന്നതാണ്. 1901-ൽ ഐൽ ഓഫ് തെനറ്റ് എന്നറിയപ്പെടുന്ന ഈ ഏരിയയിൽ ഇലക്ട്രിക് ട്രാം സർവീസുകളും ഉണ്ടായിരുന്നു. റാംസ് ഗേറ്റിന് പുറമെ മാഗ്രേറ്റ്, ബ്രോഡ്സ്റ്റേഴ്സ് എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ട്രാം സർവീസായിരുന്നു അത്. പിന്നീടത് നിലച്ചുവെങ്കിലും. റാംസ് ഗേറ്റ് ടണലിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രവേശന കവാടങ്ങൾ ഇതിനുണ്ടായിരുന്നു. അതുമൂലം ഈ നഗരത്തിൻ്റെ ഏതു ഭാഗത്തുള്ളവർക്കും കേവലം 5 മിനിറ്റിനുള്ളിൽ ഒരു പ്രവേശന കവാടത്തിൽ കൂടി ഈ തുരങ്കങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നു. വിഷവാതകങ്ങളെ നേരിടാൻ ശക്തിയുള്ള സ്റ്റീൽ വാതിലുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് മരണസംഖ്യ 29 ഒതുങ്ങിയത് എന്ന്. അപായ സൈറൺ മുഴങ്ങിയതിന് ഉടനെ തന്നെ എല്ലാവരും തന്നെ ബങ്കറിൽ എത്തിപ്പെടാനുള്ള കാരണം ഈ തുരങ്കങ്ങളുടെ വാതിലുകൾ നഗരത്തിലെ എല്ലാ ഭാഗത്തെയും ബന്ധിപ്പിച്ചതുകൊണ്ടാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും ഇവിടെ വന്നിട്ടുണ്ട്.
ഒരിക്കൽ റാംസ്ഗേറ്റിൽ സന്ദർശിച്ചപ്പോൾ ഒരു വ്യോമാക്രമണ മുന്നറിയിപ്പുണ്ടാവുകയും അദ്ദേഹം ഈ തുരങ്കങ്ങൾ അഭയം തേടുകയും ചെയ്തു എന്നതും ചരിത്രരേഖകൾ നമ്മോട് പറയുന്നു. അതിമനോഹരമായ കടൽ തീരവും ആഢ്യത്വം തുളുമ്പുന്ന യാട്ടുകളും ഉല്ലാസ ബോട്ടുകളും എല്ലാം ഇവിടെ നമുക്ക് ദൃശ്യമാകുന്നതാണ്. സാഹസികരെ ആകർഷിക്കുവാനുള്ള സെയിൽ ബോട്ടിംഗ് സർവീസുകളും വൈവിധ്യമാർന്ന ഭക്ഷണവും റാംസ്ഗേറ്റ് നഗരത്തിൽ ലഭ്യമാണ്. റോയൽ ഹാർബർ പദവിയുള്ള ഏക തുറമുഖമാണ് റാംസ്ഗേറ്റ്. 1821 ജോർജ് നാലാമൻ ചക്രവർത്തിയാണ് റാംസ്ഗേറ്റിന് ആ പദവി നൽകിയത്. റാംസ്ഗേറ്റ് ഒരു ചെറിയ മത്സ്യബന്ധന കാർഷികമായിരുന്നു എന്ന് നാം ആദ്യം പറഞ്ഞുവല്ലോ. പിന്നീട് അവിടെ നിന്ന് റാംസ്ഗേറ്റിൻ്റെ ഉയർച്ച അതിവേഗമായിരുന്നു. അതിനു കാരണം റാംസ്ഗേറ്റിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയായിരുന്നു. യൂറോപ്പിനോട് വളരെ അടുത്തു നിൽക്കുന്ന ഒരു നഗരമാണ് റാംസ്ഗേറ്റ്. അതുമൂലം ഫ്രാൻസിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ അക്കാലങ്ങളിൽ ഈ നഗരവാസികൾ ഏറെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു വലിയ ടണൽ തന്നെ സ്ഥാപിക്കപ്പെട്ടത്. റാംസ്ഗേറ്റ് നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വിക്ടോറിയൻ ജോർജിയൻ ശൈലിയിൽ പണിത കെട്ടിടങ്ങളാണ്. അതിമനോഹരമായ ഒട്ടനവധി കെട്ടിടങ്ങൾ ഇവിടെ കാണാം. ഒരുപക്ഷെ വളരെ പ്രസിദ്ധനായ അഗസ്റ്റിൻ പുഗിൻ എന്ന വാസ്തുശില്പിയുടെ നഗരമായതുകൊണ്ട് കൂടിയായിരിക്കാം അത്. അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്ത സെൻറ്റ് അഗസ്റ്റിൻസ് ചർച്ചും സെൻറ്റ് അഗസ്റ്റിൻസ് അബയും എല്ലാം തന്നെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും നമുക്കിന്ന് സന്ദർശിക്കാവുന്നതാണ്. അതിമനോഹരമായ കൊത്തുപണികളുള്ള ഒരു ചെറിയ ചർച്ച്. ലണ്ടൻ നഗരത്തിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന റാംസ്ഗേറ്റിലേക്ക് അവിടെ നിന്നും 1.5-2 മണിക്കൂർ കൊണ്ട് ട്രെയിൻ ഗതാഗതത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാവുന്നതുമാണ്. റാംസ്ഗേറ്റിന് സമീപമുള്ള ഡോവർ കാസലിലേക്കും കാൻറ്റർബറിയിലേക്കുമെല്ലാം ഇവിടെ നിന്ന് ട്രെയിൻ മാർഗമോ പൊതുഗതാഗതം വഴിയോ നമുക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നതുമാണ്.